ഹലോ ഗേസ്, ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മിച്ചർ പയ്യോളി മിച്ചർ ഉണ്ടാക്കുന്നതാണ്. അതിനായി കുറച്ച് കടലമാവ് എടുക്കുന്നുണ്ട്, കടലപ്പൊടിയും കുറച്ച് മൈദപ്പൊടിയും അതാണ് മിക്സാക്കി ഞാൻ എടുക്കുന്നത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. എൻ്റെ മനസ്സിൽ വരുന്ന ഊഹത്തും പോലെ ആക്കുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അപ്പം അതിനായി കടലപ്പൊടി എടുത്ത് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി കളറിന് വേണ്ടിയിട്ടാണ് ഇട്ടതാണ്. അപ്പോൾ അതായിട്ട് ഉണ്ടാക്കുന്നതല്ലേ, എന്തെങ്കിലും കുറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കുക അതേ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതിലേക്ക് എന്താക്കാന്ന് വെച്ചാൽ ലേശം വെള്ളം, സാധാരണ പച്ചവെള്ളത്തോടാണ് ഞാൻ കുഴക്കുന്നത്. മുളക് പൊടി ഇട്ടിട്ട് പച്ചവെള്ളത്തോട് കുഴക്കാൻ 3 സ്പൂണ് മൈദപ്പൊടി ഇടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കടല പൊടി മാത്രം കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ, കയ്യിലെല്ലാം ഇട്ടാക്കാൻ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ 3 സ്പൂണ് മൈദപ്പൊടി ഇട്ടത് അത് കൂട്ടി നല്ലോണം കുഴച്ചെടുക്കാം ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഇതിൽ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ കൂടിയാണ് ഉണ്ടാക്കുന്നത് ഇടിയപ്പത്തിൽ 6 അച്ചുകളുണ്ടാവും. ഒന്ന് നുറുക്ക് ഉണ്ടാക്കുന്നത്, പിന്നെ ഇടിയപ്പം ചൂടുന്നത്, നേർങ്ങനെ ഉണ്ടാക്കുന്നത്, തടിങ്ങനെ ഉണ്ടാക്കുന്നത്, അങ്ങനെ പല വിധത്തിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളത് എടുത്തിട്ട് നമുക്ക് ആക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പയ്യോളി മിച്ചറിൻ്റെ തടിയിലെ രൂപത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പിന്നെയും പറയുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ആദ്യം ഉണ്ടാക്കുമ്പോൾ പാളെന്ന് വിചാരിച്ചു, പക്ഷേ പാളിയിട്ടൊന്നുമില്ല പാളി പോയിട്ടൊന്നുമില്ല. അങ്ങനെ കുഴച്ചെടുത്തു. അതിലേക്ക് 3 സ്പൂൺ മൈദപ്പൊടി കൂട്ടി നല്ലോണം കുഴച്ചെടുക്കുക. അങ്ങനെ നല്ല തടിയും ആകേണ്ട, നല്ല ലൂസും ആകേണ്ട, ആ വിധത്തിലാണ് തന്നെ കുഴച്ചെടുക്കുക. കുറച്ച് ഓയിലും ഒഴിക്കുന്നുണ്ട് ഞാൻ, എന്നുവെച്ചാൽ കയ്യിൽ പിടിക്കുന്നതിന്. അങ്ങനെ എല്ലാം നല്ലോണം കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ചുണ്ടാൻ ഒരു ഈസി ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ അതിലും ഇതിലും മാവ് ഇതാക്കിയിട്ട് പോകും അപ്പം ഉണ്ടാക്കുമ്പം ഇതാക്കുന്ന വെച്ചാൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കണേ. എണ്ണ ചൂടായാലും ഫ്ലെയിം കുറച്ചിടണം. എണ്ണ ചൂടായി പിന്നെ അല്ലെങ്കിൽ അകവുന്ന് വേകാതെ പുറം മാത്രമേ പൊരിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ട് നല്ലോണം ഇതാക്കാം. അതുകൂടാതെ വീഡിയോ ആദ്യമായി കാണുന്ന ആളതിനെ സ്കിപ്പ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അതേപോലെ ഇതുവരെ സബ്ബാക്കണം. സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനം ഉണ്ടാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ എഴുതുമ്പോൾ എത്തിച്ച് 3Kയിലേക്ക് എത്തിച്ച് നിങ്ങളെ പ്രേക്ഷകർ മാത്രമാണ്, വേറെ ആരുമല്ല. അപ്പം ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് നിങ്ങൾ എഴുതുമ്പോൾ എത്തിച്ചത് അപ്പം ഈ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പം അങ്ങനെ വെള്ളം നല്ലോണം കുഴച്ചെടുത്ത് ചപ്പാത്തി രൂപത്തിൽ കുഴച്ചെടുക്കാം. കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഫ്രൈ പാനിൽ വന്ന വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് വെച്ചതാണ് കുറച്ച് ആക്കിയിട്ട് ഞാൻ വെക്കും. എന്താ വെച്ചാൽ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാറിട്ട് അങ്ങനെ വെച്ചതാണ്. അങ്ങനെ നല്ലോണം പുരട്ടി എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അച്ചിലിടുമ്പോൾ നേരെ ഒഴുകിയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഓരോരോ കട്ടിയായിട്ട് മൈദയും കടലമാവലും വേറെ തന്നെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എല്ലാം കുഴച്ചെടുത്ത് റെഡിയാക്കി നച്ചെടുത്തിട്ട് അതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കണം. ബ്രഷ് ഓയിൽ ഉണ്ടാവുമല്ലോ, ബ്രഷ് ഓയിലോട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അകത്തേക്ക് വേറെ വരും അങ്ങനെ എല്ലാം ഇതാക്കി റെഡിയാക്കി അച്ചെടുക്കട്ടെ ഞാൻ അച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. നേർങ്ങനെ വേണമെങ്കിൽ നേർങ്ങനെ എടുക്കാം. വെലിങ്ങനെ ഇപ്പം പയ്യോളി മിച്ചറാക്കുമ്പോൾ കുറച്ച് വെലിങ്ങനല്ല, അങ്ങനെ പയ്യോളി മിച്ചറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കളർ കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷേ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തോന്നുന്നു. ബാക്കിയെല്ലാം സെയിമാണ് സെയിം കളർ ആയിട്ട് വന്നില്ലേ. തിന്നാനും നല്ല രസമുണ്ടെന്ന് മക്കൾ പറഞ്ഞു. ഞാൻ കഴിക്കണം നോമ്പായതുകൊണ്ട് കഴിച്ചിട്ടില്ല. മക്കൾ കഴിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ പൊട്ടുന്നതെല്ലാം ഉണ്ട് അതേ സ്മെല്ലെല്ലാം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ചൊരു നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും പരീക്ഷിച്ച് നോക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് ഇനിയും ഉണ്ടാക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവും ശരിയായെങ്കിൽ. അപ്പോൾ അതുപോലെ ഞാൻ എന്താക്കുന്നത് വെച്ചാൽ ഉണ്ടാക്കി നോക്കിയതാണ്. എനിക്ക് എന്ത് കണ്ടാലും ഉണ്ടാക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അങ്ങനെ ഇതെല്ലാം ശരിയാക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിലിലേക്ക്, അച്ചിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് മാവ് അതിലേക്ക് കുത്തി അമർത്തുക. അപ്പോൾ കുത്തി അമർത്തിയിട്ട് തിരിച്ചെടുക്കണം. ആദ്യം ഞാൻ പ്ലാസ്റ്റിക് കവറിൻ്റെ പുറത്ത് ഓയിൽ തടയിട്ട് അതിലേക്കാണ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും എടുത്തിട്ട് എണ്ണയിലിടാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഫ്ലെയിം ഓൺ ആക്കുന്നുണ്ട്. ഫ്ലെയിം ഓണാക്കിയിട്ട് വേണം അടുത്ത പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം എണ്ണ തിളച്ച് പിന്നെ ഇതാക്കും. ഇല്ലെങ്കിൽ മാവ് ഒലിച്ചു പോകേണ്ട സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിൽ മാവ് ഇട്ട് റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട് ഫ്ലെയിം ഓണാക്കിയിട്ടില്ല, ഓണാക്കാൻ പോകുന്നത്ര അങ്ങനെ ഫ്ലെയിം ഓണാക്കി
ഫ്ലെയിം ഓണാക്കിയിട്ട് വേണം എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ല എണ്ണ വേണം, അതിൽ മുങ്ങിക്കിടക്കണ്ടേ. മുങ്ങിക്കിടന്നിട്ട് ആദ്യം നമ്മൾ ഒരു അപ്പാക്കിയിട്ടാണ് എടുക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞെടുത്തിട്ട് അരിപ്പയിലിട്ടിട്ട് തണിഞ്ഞ് പിന്നെ അത് പൊടിച്ചെടുക്കണം കേട്ടോ. പൊടിച്ചെടുത്തിട്ട് അതിൽ വെളുത്തുള്ളിയും കരിയാമ്പിലിയും ഇങ്ങനെ നമ്മൾ കാച്ചി പോരുന്നത് പോലെ എണ്ണയിലിട്ടിട്ട് കോരി എടുക്കണം. എന്നിട്ട് അതിലിട്ടിട്ട് ഒട്ടാകെ മിശ്രിതം ചെയ്തെങ്കിൽ മാത്രമേ ശരിയാവും കേട്ടോ. അതുപോലെ ഞാൻ ചെയ്യുന്നത്. അപ്പം നോക്കേട്ടാ, ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ, ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും അത് മിച്ചറല്ല, പക്ഷേ കളറ് ആദ്യമായിട്ട് ആക്കുന്നതുകൊണ്ടാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയൂ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ആദ്യമാക്കിയിട്ട് ഉണ്ടാക്കിയാലും നല്ലോണം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് പറയുന്നത്. ഫ്ലെയിം നല്ല ഇതിലാക്കിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ തള വരുമ്പം ഫ്ലെയിം സ്പീഡ് കുറച്ചാൽ മതി കേട്ടോ. ഫ്ലെയിം കുറച്ചാൽ മതി, ഇല്ലെങ്കിൽ അകം മാത്രം വേകാതെ പുറം മാത്രമേ വേകും കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് കത്തിപ്പോവും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് ആക്കണം കേട്ടോ. ഇങ്ങനെ ഫ്ലെയിം ഇതാക്കി ഞാൻ ചുറ്റിക്കുന്നുണ്ട് കേട്ടോ. ചുറ്റിക്ക് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കവറിലാണ് ഇടുന്നത്. ചുറ്റിച്ചിട്ട് അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ അതാവില്ല. പിന്നെ രണ്ടാമതിൽ ഞാൻ എണ്ണയിലേക്ക് തന്നെ ചുറ്റിച്ച് കേട്ടോ. പ്ലാസ്റ്റിക് കവറിലാകുമ്പോൾ ഉണ്ടയായിട്ട് മാറുന്നു. എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കവറും എണ്ണ ഓയിലും എല്ലാം കൊടുത്തില്ലേ, എണ്ണ കൊടുക്കുമ്പോൾ ഒഴുകിയിട്ട് വരുന്നത് പോലെ. അതുകൊണ്ട് തിളക്കുന്ന എണ്ണയിൽ തന്നെ ഞാൻ ചുറ്റിച്ചതാണ് കുറച്ച് സമയം. അപ്പോൾ നേരെ ആവുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഫ്ലെയിം കുറച്ചതാണ്. അപ്പോൾ നേരെ ആവുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഈസിയാണ്. പെട്ടെന്ന് 3 ചിരവകൾ വേണ്ട ചേർക്കാൻ വേണ്ടിയിട്ട്. മൈദ, കടലമാവ്, മുളക് പൊടി, പാകത്തിന് ഉപ്പ്, അത്രയും വേണ്ടോ, വേറൊന്നും വേണ്ട. വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയല്ല, എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന സാധനമാണ്. പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് കടലമാവില്ലാതെ വീടുകളുണ്ടായില്ല നോമ്പ് കാലത്ത്. ഉള്ളിവടയിൽ ഇടുമ്പോൾ അതിൽ കുറച്ചെടുത്തിട്ട് ഇങ്ങ് ആക്കി നോക്കിയാൽ മതി. ഞാനും അങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. അങ്ങനെ അത് ചുറ്റിച്ചിട്ടെടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കവറിലെടുത്ത് ഇതാക്കിയിട്ട് എടുക്കുന്നതാണ്. അത് എണ്ണയിലിട്ടിട്ട് എടുക്കുന്നത്. ഇതേപോലെ ചുറ്റിക്കണം കേട്ടോ. അങ്ങനെ 2-3 ആക്കിയിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. അങ്ങനെ എണ്ണയിലിട്ട് അങ്ങനെ പെട്ടെന്ന് ആവുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ആവുന്നുണ്ട്. പൊരിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ഇത് ഫ്ലെയിം ലോയിലിട്ടുകൊണ്ട് ടൈം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതുവരെ വീഡിയോ ഇഷ്ടപ്പെടില്ലെങ്കിൽ എല്ലാവരും നോക്കി സ്കിപ്പ് ചെയ്യാതെ നോക്കണം, എന്നാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ട് മാത്രം വിലയേറിയ സപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെ അത് എണ്ണയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. എണ്ണയിലേക്ക് ഇട്ട് പൊരിഞ്ഞെടുക്കണം കേട്ടോ. ഫ്ലെയിം കുറച്ചിട്ട് പൊരിഞ്ഞെടുക്കണം, എന്നാൽ മാത്രമേ ശരിയാവൂ കേട്ടോ. 2 ആക്കിയിട്ട് എടുത്തു. പിന്നെ അടുത്തത് എണ്ണയിലേക്ക് തന്നെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ ഉണ്ടയായിട്ട് വരുമ്പം വിചാരിച്ച് ഞാൻ എണ്ണയിലേക്ക് തന്നെ ഇടാൻ പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയതാണ്. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് വേണം അടുത്ത പരിപാടി എടുക്കാം. അങ്ങനെ ഞാൻ 5 എണ്ണമാണ് ഉണ്ടാക്കിയത്. 5 ഇതാക്കിയിട്ട് എടുത്തത്. പിന്നെ അതിലേക്കുള്ള ചെറിയ മിക്സറിൽ ഒരു ചെറിയ പൂരി, അങ്ങനത്തെ എന്തോ പൂരി, അത് ഉണ്ടാക്കിയിട്ടില്ല. അത് മൈദനോടാണ് ഉണ്ടാക്കൽ. നല്ല ലൂസിലാക്കിയിട്ട് ഒഴിച്ചിട്ട് അരിപ്പയിൽ പോരലാണ്. അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ആദ്യം ഇത്രയൊക്കെ ആക്കിയിട്ട് ശരിയാവുന്നത് മാത്രമല്ല അടുത്തതാക്കണ്ടും, അങ്ങനെ വിചാരിച്ചതാണ് ഞാൻ. അങ്ങനെ ഇത് പൊരിഞ്ഞ് വരുന്നുണ്ട്. ഫ്ലെയിം ലോയിലിടുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം ലോയിലിട്ടിട്ട് ബാക്കി അടുത്തത് നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും അരിപ്പക്കയിലോട് മറിച്ചും തിരിച്ചും വിടണം, എന്നാൽ മാത്രമേ ശരിയാകും കേട്ടോ. അങ്ങനെ അത് പൊരിഞ്ഞെടുക്കുന്നുണ്ട്. പൊരിഞ്ഞെടുത്തിട്ട് നമുക്ക് ബാക്കി പണിയെടുക്കാം കേട്ടോ. ബാക്കി പണിയെടുക്കാം. പൊരിഞ്ഞെടുത്തിട്ട് മറിച്ചിട്ടും തിരിച്ചിട്ടും ഫ്ലെയിം ലോയിലിട്ടെങ്കിൽ മാത്രമേ ശരിയാവും. അല്ലെങ്കിൽ അകം മാത്രം വേറെ പുറം മാത്രം വെന്തിട്ട് കിട്ടും. അതുകൊണ്ടാണ് എന്ത് കാര്യവും നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടെങ്കിൽ മാത്രമേ എന്ത് ശരിയാവും. ഇല്ലെങ്കിൽ അകം മാത്രം പൊരിഞ്ഞെടുത്തിട്ട് പൊരിയാതെ പുറം മാത്രമേ വെന്ത് കിട്ടും കേട്ടോ. വെന്താതെ അങ്ങനെ എന്തോ പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് തണിഞ്ഞ് പിന്നെ പൊടിയാക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ പൊരിഞ്ഞിട്ട് കോരിയെടുക്കണം. കോരിയെടുത്തിട്ട് നമ്മൾ തണിഞ്ഞ് പിന്നെ പൊടി കൈയോടെ തന്നെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കൈയോടെ തന്നെ പ്രസ് ചെയ്തെങ്കിലാവും. അങ്ങനെ 3ാമത്തെ ഞാൻ ചുറ്റിക്കാൻ പോകുന്നത്. എണ്ണയിൽ തന്നെ ഇടുന്ന കേട്ടോ. റിസ്ക്കാണ്. തിളച്ച എണ്ണയാകുമ്പം റിസ്ക് എടുക്കണം. അതുകൊണ്ട് എൻ്റെ കയ്യെല്ലാം കുറച്ച് പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. തിളച്ച എണ്ണയിലാക്കുമ്പം റിസ്ക്കാണ്. ചൂട് എങ്ങനെ കയറുന്നത്, ചൂടല്ലേ, നല്ല ചൂടിൻ്റെ സമയമല്ലേ. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. എൻ്റെ കയ്യെല്ലാം കുറേ പൊള്ളിയിട്ടുണ്ട് അങ്ങനെ ആക്കുമ്പം.
അതേപോലെ എല്ലാം എടുക്കണം കേട്ടോ. പൊരിഞ്ഞൂട്ടിയും 1-ൽ 3 എണ്ണമായിട്ടാണ് ഇട്ട് അങ്ങനെ 5 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അത് നല്ലോണം കളർ വ്യത്യാസം വരുന്നത് പോലെ അതാക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് മിക്സറിന് രൂപമായിട്ട് കിട്ടും. മിക്സർ ആക്കുന്നില്ലെങ്കിൽ ഇതേപോലത്തെ ഒരു അപ്പം ആക്കലുണ്ട്, ഇതേപ്പം പോലത്തെ ഒരു അപ്പം ഉണ്ടാവലുണ്ട്. മിക്സർ പോലെ തന്നെ അച്ചിൻ്റെ അത് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ മിക്സർ ആക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അതിൽ കടലെല്ലാം ഇടണം, കടലൊന്നും ഇടിച്ചാൽ മതി. ഞാൻ കോരി എടുത്തിട്ടുണ്ട്, എല്ലാം കോരി എടുത്ത് അതിലേക്ക് കുറച്ച് അരിയാനുള്ള എണ്ണയിലൊക്കെ അതേ എണ്ണയിൽ ചൂടുള്ള എണ്ണയിലിടണം. അത് വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി കഷ്ണാക്കി ഇടണം, അല്ലെങ്കിൽ ചെറുത്തെടുക്കില്ല വെളുത്തുള്ളി. അതെല്ലാം ശ്രദ്ധിക്കുന്ന എണ്ണയിലിടുമ്പം അതും ഞാൻ ദൂരമൊന്നും തീർന്നു കാര്യമുണ്ട്. എന്താ വെച്ചാൽ പൊട്ടിത്തെറിക്കുന്നതിലൊരു പുതുവഴി ഉണ്ടല്ലോ, അങ്ങനെ ഒരു തവണ തേങ്ങ വറുത്തിറക്കുമ്പോൾ പൊട്ടിത്തെറിച്ചിന്. അപ്പോൾ അതെല്ലാം കോരിയിട്ട് എടുത്തിട്ട് എല്ലാം പൊടിയാക്കി എടുക്കുന്നുണ്ട്. എല്ലാം ഞാൻ പൊടിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്തതാണ്. എന്താ വെച്ചാൽ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല ഇടിയും മഴയായതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. മിക്സർ ഒരു പാത്രത്തിലിട്ടിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ. ഒരു തവണ എങ്ങനെ പരീക്ഷിച്ച് നോക്കണം. 4 മണി സ്നാക്സ് മക്കളെ സ്കൂളിലേക്ക് വരുമ്പോൾ നല്ല സാധനമാണ്. മക്കൾക്ക് പൊട്ടുന്നത് സാധാരണ നല്ല ഇഷ്ടമല്ലേ. അങ്ങനെ എല്ലാം മിക്സ് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ പയ്യോളി മിക്സർ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.